അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ ചെയ്യേണ്ടതിന്, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ കർത്താവെ ആകേണ്ടതിന് ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന പിതാവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ഇന്ന് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞങ്ങൾ വിട്ടു തരുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലോട്ട് അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനേരം നമ്മുടെ അധരങ്ങളെ തുറന്നുകൊണ്ട് ഒന്ന് ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. അങ്ങ് രാജാതിരാജാവ്, ദേവാതിദേവൻ, അങ്ങ് കർത്താതി കർത്താവ്, അങ്ങ് പരിശുദ്ധൻ, ഞാനാകുന്നവനെ അങ്ങേ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. അത്ഭുത മന്ത്രിയെ, വീരനായ ദൈവമേ, നിത്യപിതാവെ, അങ്ങ് ഞങ്ങളിന്ന് സ്തുതിക്കുന്നു. കൃപയാൽ കർത്താവെ ഞങ്ങൾ ഇന്നായിരിക്കുന്നു. ഓ യേശുവേ, എത്രമേൽ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പിതാവേ, അങ്ങേ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ അങ്ങൊരു പാരബിള് പറഞ്ഞപ്പോൾ കർത്താവേ, ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു പുത്രൻ തനിക്ക് തൻ്റെ സ്വത്ത് വേണമെന്ന് രണ്ടാമത്തെ പുത്രൻ പറഞ്ഞപ്പോൾ പകുത്തു കൊടുത്തു. അപ്പം ആദ്യത്തെ മകനും കൊടുത്തു. ആദ്യത്തെ മകൻ നല്ലൊരു മകനായിട്ട് തൻ്റെ വീട്ടിൽ തന്നെ നിന്നിട്ട്, രണ്ടാമത്തെ മകൻ പക്ഷെ തനിക്ക് കിട്ടിയ സ്വത്തിൽ അത് അവൻ അടിച്ചു പൊളിച്ച് തീർത്ത്. അവിടെ ഒരു ക്ഷാമം വന്നപ്പോൾ രണ്ടാമത്തെ മകൻ അവിടെ അടുത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് വേലയ്ക്ക് നിന്നു. പന്നീനെ നോക്കലായിരുന്നു വേല. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പന്നിക്ക് കൊടുക്കുന്ന ഫുഡ് പോലും ഇവന് കൊടുക്കാണ്ടായി. അപ്പോൾ അവൻ വിചാരിച്ചു, ഓ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഇതല്ലല്ലോ അവസ്ഥ. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ദാസന്മാർ കഴിച്ചിട്ട് ബാക്കിയുള്ളത് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലേ എന്ന് വിചാരിച്ചു. തിരികെ വന്നപ്പോൾ തൻ്റെ പുത്രൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചു, ചെരുപ്പിടിപ്പിച്ചു, പുതിയത് മോതിരം കൊടുത്തു. വസ്ത്രം, ചെരുപ്പ്, ഉടുപ്പ്, മോതിരം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിച്ച് ഒരു കാളേനെ, ഒരു കൊഴുപ്പിച്ച കാളേനെ തന്നെ അറുത്തു. ഒരു ഫീസ്റ്റ്, ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ പുത്രൻ വരുന്നത്. ആദ്യത്തെ പുത്രൻ വന്നിട്ട് ദാസൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ അവിടെ നടക്കണേന്ന്. അപ്പോൾ പറഞ്ഞു, അനിയൻ പോയില്ലേ, അനിയൻ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു കാളേനെയൊക്കെ അറുത്ത് ഒരു പാർട്ടി നടത്തുക. അപ്പോൾ കോപിച്ചു. ലൂക്കോസിൻ്റെ 15:28 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ അവൻ കോപിച്ച് അത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്ത് വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായിട്ട് ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനകളൊക്കെയും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ആട്ടുകുട്ടികളെ തന്നിട്ടില്ല. വേശ്യമാരോട് കൂടെ നിന്റെ മുതൽ കളഞ്ഞ നിന്റെ മകൻ വന്നു, അവന് നീ അറുത്തു കൊടുത്തുവല്ലോ. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ. ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ സഹോദരന്മാരുടെ നന്മയെ കണ്ടിട്ട് അസൂയപ്പെടുന്നവരാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ സഹോദരൻ്റെ ഉയർച്ചയെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടുന്നവരാണ്. ഇന്ന് പലപ്പോഴും ദൈവം അവനെ ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ ദൈവം അവനെ കൂടുതൽ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ അവൻ കൂടുതൽ വളർന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു അസൂയ പൊങ്ങുന്നുണ്ട്. നമുക്ക് അല്പനേരം കണ്ണുകളെ ഒന്ന് അടച്ച്, അപ്പാ, അങ്ങനെ കർത്താവെ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും കർത്താവെ ഞങ്ങളുടെ സഹോദരന് എതിരായിട്ട് ചിന്തിക്കുകയോ കർത്താവെ എതിരായിട്ട് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യം തന്നെ ചെയ്തത് എന്താണെന്നറിയാമോ? ആദ്യത്തെ മകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. കോപിച്ചിട്ട് പിതാവിൻ്റെ ഭവനത്തിൽ കയറാതെ അവൻ അവിടെ നിന്നു എന്നാണ് പറഞ്ഞത്. അവിടെ പിതാവ് പറയുന്നുണ്ട്, ഇതെല്ലാം നിൻ്റേതല്ലേ, എൻ്റേതെല്ലാം നിൻ്റേതല്ലേ, നീ ഇവിടെ ഉള്ളായിരുന്നപ്പോൾ നിനക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തരില്ലായിരുന്നോ? ഇന്ന് നമ്മുടെ അടുത്ത് അത് തന്നെയാണ് ദൈവം ചോദിക്കുന്നത്. എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ, നീ എന്തിനാണിങ്ങനെ
പിറുപിറുക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ കോപിക്കുന്നത്? നീ എന്തിനാണ് എൻ്റെ സന്നിധിയിൽ നിന്ന് മാറുന്നത്? നീ എന്തിനാണ് എൻ്റെ കൂട്ടായ്മയെ, സഭയിലെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്നത്? വൈ ഇന്ന് എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലയോ? എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലയോ? നീ എന്തിനു മാറി നിൽക്കുന്നു? നീ എന്തിനു കോപിക്കുന്നു? നിന്റെ സഹോദരൻ തിരിച്ചു വന്നതിൽ ആനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്? നിന്റെ സഹോദരൻ തിരിഞ്ഞു വന്നതിൽ നീ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പാ, ഞങ്ങളിൽ കുറവുകളുണ്ട് കർത്താവേ. കർത്താവെ, ഞങ്ങളിൽ തെറ്റുകളുണ്ട് കർത്താവെ. ഞങ്ങളുടെ സഹോദരൻ്റെ നന്മയിൽ കർത്താവെ ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പാ, ഞങ്ങൾ കർത്താവെ അത് ചെയ്യുന്നത് തെറ്റാകുന്നു. കർത്താവെ, അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നതിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പാ, ഞങ്ങൾ ചെയ്യുന്നത് കർത്താവെ തെറ്റാകുന്നു കർത്താവെ. അപ്പാ, ഞങ്ങളുടെ അടുത്ത് ക്ഷമിക്കണമേ. ഓ, നിന്നെ വിട്ട് ഏറ്റവും ദൂരത്ത് പോയി കർത്താവെ, ഏറ്റവും ദൂരത്ത് പോയി കർത്താവെ. ഇന്ന് കർത്താവെ, ഞങ്ങൾ we want to come back to you, Father. We want to come back to you, Father. ഓ, എൻ്റെ അപ്പൻ്റെ ഒപ്പം സന്തോഷിക്കുവാൻ. ഓ, യേശുവേ, നീ നല്ലവൻ അപ്പാ. എൻ്റെ കുറവുകളിൽ കർത്താവെ അധികമായി എനിക്ക് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബലഹീനതകളിൽ എനിക്ക് അധികമായി അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് നിന്നെ വിട്ട് കുറേ അകന്നു പോയി കർത്താവെ. കർത്താവെ, ഐ എം കമ്മിങ് ബാക്ക് ടു യു ഫാദർ. ഐ എം കമ്മിങ് ബാക്ക് ടു യു ഫാദർ. My
ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എനിക്ക് എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ലല്ലോ. ഹല്ലേലൂയ. എന്നെ നിത്യത്തിലോട്ട് നയിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ കർത്താവേ ചെയ്യേണ്ടതിന്, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറേണ്ടതിന് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. യേശുവേ, കരങ്ങളെ അടിച്ചുകൊണ്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. സുതനെ പോലെ ഇന്നു ഞാൻ
എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ള തന്റെ കരുണയാ, തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ, തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. എല്ലാ കരങ്ങളും എല്ലാ കുറ്റങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ, എല്ലാ കരങ്ങളും എല്ലാ കുറ്റങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ള രോഗശയ്യയിലെനിക്ക് സഹായകനും രാക്കാല ഗീതവുമാവൻ, രോഗശയ്യയിലെനിക്ക് സഹായകനും രാക്കാല ഗീതവുമാവൻ, നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസാഖിയുമാവൻ തന്നെ, നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസാഖിയുമാവൻ തന്നെ. അതുകൊണ്ട് ഞാൻ പാടും, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ, തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ, വിശ്വാസത്തോടെ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ, ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെ തൻ സന്നിധിയിൽ നിർത്തിയിടുമേ, ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെ തൻ സന്നിധിയിൽ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ, സിയോനേ, സിയോനിൽ വാസം ചെയ്യുന്ന സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശം തന്നു, അൽപകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ളും തുള്ളുന്നേ, ഈ വക്രമായ ഓർക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ പാടും, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും തന്റെ കരുണ, തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ, തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ, എല്ലാ കുറ്റങ്ങളുമെല്ലാം ലംഘനങ്ങളും അകർച്ചകളും സങ്കീർത്തനം 32 എഴുതിയിരിക്കുന്ന 1-ാമത്തെ വാക്യത്തില്, ലംഘനങ്ങൾ ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഭാഗ്യവാന്മാരുടെ ആർപ്പല്ലീ കണ്ടത്, ഭാഗ്യവാന്മാരുടെ സന്തോഷമല്ല കണ്ടത്. നമ്മുടെ ലംഘനങ്ങളും അകർച്ചകളും നമ്മളിൽ നിന്ന് അകറ്റിരിക്കുകയാണ്. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ലംഘനങ്ങളെ മായ്ച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവമാണ്. ഒന്ന് ആർത്തെ ദൈവത്തിനെ ഓർത്ത്, ആ ക്രൂശിനെ ഒന്ന് ഓർത്ത് സന്തോഷിച്ച്, എല്ലാ ലംഘനങ്ങളും എല്ലാ അകർച്ചകളും എല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ
Mane
മണ്ണെ പ്രതി ഞാൻ മാണിക്യത്തെ വെടിയാൻ കർത്താവെ ഇന്ന് തുനിയുന്നില്ലപ്പാ. കർത്താവെ എനിക്ക് ഈ ലോകത്തിലുള്ളതല്ല വേണ്ടത് കർത്താവെ, അതിനപ്പുറമായിട്ടുള്ളത് കർത്താവെ, അതിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് കർത്താവെ, എനിക്കായിട്ട് വെച്ച ദൈവത്തിൻ്റെ മഹത്വത്തെ ഞാൻ ഇന്ന് ഓർക്കുന്നു. കർത്താവിനെ നടത്തുവാൻ യോഗ്യനെങ്കിൽ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും കർത്താവ് എന്നെ നടത്തുവാൻ യോഗ്യനായ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഓ അപ്പാ, അങ്ങിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, അങ്ങ് കൂടുതൽ പറ്റിച്ചേരുവാൻ, അങ്ങിൽ കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാനുള്ളൊരു കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തുതിക്കുന്നു യേശുവേ. അപ്പാ സ്തുതിക്കുന്നു കർത്താവേശുവേ. ഓ അങ്ങയുടെ കർത്താവ് ചെവിക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, അങ്ങയുടെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലല്ലോ അപ്പാ. എന്നെ നടത്തുന്ന വഴികളെ ഓർത്ത് ഒന്ന് സ്തുതിച്ചാട്ടെ അപ്പാ. എന്നെ നടത്തുന്ന വഴികളെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. എന്നെ നടത്തുന്ന വഴികളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു കർത്താവേശുവേ. പ്രതികൂല കാറ്റന്മേലടിച്ചാലും കർത്താവേ, എന്നെ തകർക്കുവാൻ നോക്കിയാലും അപ്പാ, നീ എനിക്കായിട്ട് തുറക്കുന്ന വഴികളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എനിക്കായിട്ട് ചില വാതിലുകൾ അങ്ങ് തുറക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, അങ്ങ് തുറന്നത് ആർക്കും അടയ്ക്കുവാൻ, അങ്ങടച്ചത് ആർക്കും തുറക്കുവാനും കഴിയത്തില്ലല്ലോ കർത്താവേ. യഹൂദ ഗോത്രത്തിലെ സിംഹമേ, അങ്ങേ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു യേശുവേ. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതിരിക്കും
കൂടുതൽ സ്നേഹിക്കുന്നു അപ്പാ. അങ്ങേ കൂടുതൽ കർത്താവെ അങ്ങയോട് പ്രിയം തോന്നുന്നു അപ്പാ. അപ്പാ, അങ്ങയുടെ സാന്നിധ്യത്തെ കർത്താവ് ചുറ്റിപ്പറ്റിയുള്ളൊരു ജീവിതത്തെ ഞങ്ങൾക്ക് നയിക്കുവാൻ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികമായി പരിശുദ്ധാത്മാവിനെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മോശ തൻ്റെ വടിയെ ആശ്രയിച്ചതുപോലെ കർത്താവെ ഞങ്ങൾക്കും ആശ്രയിക്കുവാനുള്ളൊരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങുമായി കൂടുതൽ ആഴത്തിൽ ഹാനോക്ക് അങ്ങയോട് കർത്താവെ പറ്റിച്ചേർന്ന് നടന്നതുപോലെ അങ്ങയോട് പറ്റിച്ചേർന്ന് നടക്കുവാനുള്ളൊരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ഓ, ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമം എബനേസർ, എൽ റോഹിം. ഓ, അങ്ങേ പോലെ വേറെ ദൈവമില്ലല്ലോ. സകലവും അപ്പ അങ്ങയുടെ മഹത്വത്തിനായി തീരേണ്ടതിന് തന്നെ. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ മുന്നിൽ കർത്താവിൻ്റെ മേശയായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു നിമിഷം നമ്മൾ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ വിശുദ്ധ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്ന് പരിശോധിക്കുവാൻ, അവിടുത്തെ രക്തത്തിൽ ആശ്രയിക്കുവാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഉപകാരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു കുറിവാക്യം യെശയ്യാവിൻ്റെ പ്രവാചകനായ യെശയ്യാവ് എഴുതിയ പുസ്തകത്തിൽ നിന്ന് അതിന് 53-7 വാക്യം. യെശയ്യാ പ്രവചന പുസ്തകം 53-7 വാക്യം. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അടുത്ത വാക്യം. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. വാക്യം 9. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു. വാക്യം 7 വാക്യം ഇങ്ങനെ പറയുന്നത്, ഒരു കൂടി ആവർത്തിക്കാം. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പായിട്ട് പ്രവാചകനായ 780 കർത്താവിന് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് എഴുതി വെച്ച ഒരു വേദവാക്യമാണ്. അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിലേക്ക് ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ നമുക്ക് വേണ്ടി മാതൃക വെച്ച ഏറ്റവും മനോഹരമായ ഒരു ജീവിതമാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്. എത്രയോ പീഡനങ്ങളേറ്റു, എത്രയോ നിന്ദകൾ, പരിഹാസങ്ങളേറ്റു. അതിന് നടുവിൽ അവിടുന്ന് എങ്ങനെയാണ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നതെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. മത്തായിയുടെ സുവിശേഷ ഭാഗം അതിൻ്റെ 27 അധ്യായം 12 മുതൽ 14 വരെ പഠിക്കുമ്പോൾ, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. യേശുക്രിസ്തുവിനെ കുരിശുമരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് കാണിച്ച ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്, ആ 3.5 വർഷക്കാലം യേശുവിൻ്റെ മിനിസ്ട്രി ജീവിതത്തിൽ നോക്കിയാൽ അവിടുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി വായ തുറക്കും നമുക്ക് കാണാൻ കഴിയും. അത് പിതാവിൻ്റെ ആലയത്തിൽ അത് ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റിയപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചാട്ടവാറെടുത്ത് അടിച്ച കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവർ പീഡ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തമായ എന്താ പറയുക, അനാഥർക്കും വിധവർകൾക്കും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ സ്വന്തം നേരെ വരുന്ന തീയമ്പുകളെ അവിടെ ഒരിക്കൽ പോലും അങ്ങനെ അവൻ ചെയ്തിട്ടില്ല. അവിടുത്തെ ആ നിന്ദയ്ക്കും പരിഹാസത്തിനും ഒരിക്കൽ പോലും വാ തുറന്നതായിട്ട് വേദോസം പഠിപ്പിക്കുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് നീതി നടത്തി കൊടുക്കാൻ വേണ്ടി, അനാഥർക്കും വിധവകൾക്കും വേണ്ടി വാ തുറന്നൊരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കർത്താവിൻ്റെ ഒരു മാതൃകയെ നമുക്ക് പച്ചുവരിക്കുക. ഇവിടെ വീണ്ടും പറയുമ്പോൾ മാർക്കോസ് 14 അധ്യായത്തിൽ 60 വാക്യം മുതൽ പഠിക്കുമ്പോൾ, മഹാപുരോഹിതന്മാർ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട്, നീ ഒന്നും ഉത്തരം പറയുന്നില്ലല്ലോ, ഇവർ നിന്നെ
നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ദിനായവന്റെ പുത്രനായി ക്രിസ്തുവോ എന്ന് ചോദിച്ചു. അവിടെ എല്ലാം വീണ്ടും വീണ്ടും ചോദിക്കുക. ഇത്രമാത്രം നിന്നെ നിന്ദിച്ചിട്ടും പരിഹസിച്ചിട്ടും നിനക്ക് ഒന്നും പറയാനില്ലേ? നീ ദൈവത്തിന്റെ പുത്രൻ തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം ആ തീയമ്പുകൾ, ആ നിന്ദകൾ, പരിഹാസങ്ങൾ, പീഡകളെല്ലാം അനുഭവിക്കുന്നത് കർത്താവ് തന്നെയാണ്. മാർക്കോസ് 15:5 പറയുക, യേശു പിന്നെയും ഉത്തരം ഒന്നും പറയായികയാൽ പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്ര വാക്കുകൾ എല്ലാ സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോഴും, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ഈ വാക്കുകൾ ആവർത്തിച്ച് കാണാം. ഒറ്റ കാര്യം മാത്രമാണ് അവിടെ. മറ്റുള്ളവർക്ക് വേണ്ടി വാ തുറക്കുന്ന കർത്താവ്, അനാഥർക്കും വിധവർക്കും വേണ്ടി, മറ്റ് പീഡ അനുഭവിക്കുന്നവർ വാതുറക്കുന്ന, വാദിക്കുന്ന, നീതി നടപ്പിലാക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ നേരെ വന്ന ഒരു തീയമ്പുകൾക്കും ഒരു നിന്ദകൾക്കുമെതിരെ ഒരിക്കൽ പോലും വായി തുറന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു വാക്യം ഇവിടെ വായിച്ചിട്ട് ഞാൻ വേദവാക്യം വിടുകയാണ്. പത്രോസിന്റെ ലേഖനം, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ. ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് അനുകരിപ്പാൻ കർത്താവ് വെച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വേദവാക്യമാണ്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടെന്നറിയാമോ? വാക്യം പറയുക, അതിനായിട്ടല്ലോ നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണെന്നാ പറയുന്നത്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അണ്ട് പറയുക, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി മുമ്പേ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുക. എന്താണെന്നറിയാമോ? അവൻ്റെ ചുവടുകൾ നമുക്ക് പിന്തുടരുവാൻ ഈ ആയുഷ്കാലം മുഴുവനും അവൻ്റെ പാദങ്ങൾ, അവൻ ജീവിച്ച ജീവിതം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. എന്താണ് അവൻ വെച്ച മാതൃക? അവിടെ അടുത്ത വാക്യം പറയുക, വാക്യം 22, അവൻ വാക്യം 22 വാക്യം പറയുക, അവൻ പാപമൊന്നും ചെയ്തില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കുകയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവൻ്റെ പക്കൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. കർത്താവിൻ്റെ ഏറ്റവും മനോഹരമായി നമുക്ക് അനുകരിപ്പാൻ വെച്ച ഏറ്റവും നല്ല വാക്യമാണ്, ഒരു ജീവിത രീതിയാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുക, അവൻ പാപം ഒന്നും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ ഒരു വഞ്ചനയുമില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കുകയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവൻ്റെ പക്കൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുന്ന കർത്താവ്, മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന കർത്താവ്, പക്ഷേ തൻ്റെ ജീവിതത്തിലേക്ക് നേരെ വന്ന തീയമ്പുകൾക്കെതിരെ ഒന്നും ചെയ്യാതെ ഒരു ന്യായമായി വിധിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു കോടതി കർത്താവിനുണ്ട്. ഈ ഭൂമിയിൽ നമുക്കറിയാം, ഹൈക്കോടതി, മറ്റ് വ്യത്യസ്തമായ ജില്ലാ കോടതി ഒക്കെ കോടതിയുണ്ട്. അങ്ങ് ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതി വരെ അവിടെയുണ്ട്. എന്നാൽ കർത്താവ് ചെയ്തത്, ഈ ഭൂമിയിലെ ഒരു കോടതിയുമല്ല കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് തൻ്റെ നേരെ വരുന്ന ഒരു തീയമ്പുകൾ. കാരണം താൻ അവിടെ ഇല്ല. തന്നെ അഴച്ചത് എന്തിനു വേണ്ടിയാ? തന്നെ അഴച്ചവനുള്ള വിശ്വാസമുണ്ട്. കാരണം എൻ്റെ മേലെ വരുന്ന ഒരു തീക്കമ്പുകൾക്കും ഒരു നിന്ദകൾക്കും ഞാനല്ല പകരം കൊടുക്കേണ്ടത്, എന്നെ അഴച്ചവനാണെന്നുള്ള ഒരു വിശ്വാസം കർത്താവിനുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി വാ തുറക്കുവാൻ, ശക്തമായി സംസാരിക്കുവാൻ ആ കർത്താവിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞ പോലെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിച്ച് മൗനമായിരിക്കുന്ന ഒരു കർത്താവിന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് നമുക്കൊരു ഏറ്റവും വലിയ മാതൃക ആ ഹെവൻലി കോർട്ടിലേക്ക്, ആ ഏറ്റവും വലിയ ഭരണാധികാരി, ഏറ്റവും വലിയ സുപ്രീം കോർട്ടായിരിക്കുന്ന ആ ഹെവൻലി കോർട്ട്, ആ സ്വർഗീയ കോടതിയിലേക്ക് ആ നമ്മുടെ ഇതുപോലത്തെ കേസുകളൊക്കെ ഭരമേൽപ്പിച്ചിട്ട് മൗനമായിരിക്കുന്ന ആണ് ഏറ്റവും നല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത രീതി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി മാതൃക വെച്ച് പോയിരിക്കുക. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് സംസാരിക്കും, നീതി നടപ്പിലാക്കി കൊടുക്കുവാൻ, അനാഥർക്കും വിധവർക്കും വേണ്ടി നമ്മൾ ഘോരമായി സംസാരിച്ചിരിക്കുക. പക്ഷേ ഒരിക്കൽ പോലും നമ്മളെ അഴച്ചവന് നമ്മുടെ മേൽ ഉത്തരവാദിത്തമുണ്ട്. ഒരു ഗവൺമെന്റ് ഒരു വ്യക്തിയെ അഴക്കുമ്പോൾ ആ ഗവൺമെന്റിനാണ് അവൻ്റെ മേൽ ഉത്തരവാദിത്തമുള്ളത്. നമ്മളെ അഴച്ചത് കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ വരുന്ന ഒരു നിന്നയ്ക്ക് നാം പകരം ചോദിക്കാൻ പോയാൽ, നമ്മൾ മാക്സിമം പോയാൽ ഒരു മനുഷ്യന്റെ പ്രതികരണം പോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്ത കർത്താവ് സ്വർഗത്തിൽ ഒരുവനുണ്ട്. അതുകൊണ്ട് ന്യായമായി വിധിക്കുന്ന ഒരു കർത്താവിന്റെ പക്കൽ ഭരമേൽപ്പിച്ച് മുണ്ടാതെ മൗനമായിരുന്നു കൊള്ളുക, ദൈവമാരെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ സങ്കീർത്തകൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം, നമ്മുടെ കണ്ണുകളടക്കാം. നമ്മൾ വായിച്ചതുപോലെ തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കാടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ ന്യായമായി വിധിക്കുന്നവരുടെ പക്കൽ ഭരമേൽപ്പിച്ചിട്ട് മൗനമായിരുന്ന കർത്താവ്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക വശിച്ചു പോയിരിക്കുന്നു, നിങ്ങളുടെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ. ഈ ആയുസ്സിൽ നാം ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയാണ്.
അവൻ്റെ ദൈവത്വത്തോട് മാത്രമല്ല നാം അനുരൂപരാകേണ്ടത്, അവൻ്റെ മനുഷ്യത്വത്തോടും നാം അനുരൂപരായി തീരണം. അവിടുന്ന് ജീവിച്ചതുപോലുള്ള ജീവിത രീതി നമ്മൾ അവൻ്റെ കാഴ്ചപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അവൻ്റെ ജീവൻ പ്രാപിച്ച് അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അവൻ ജീവിച്ചതുപോലെ ഒരു മാതൃകയുള്ള ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും. ഒരിക്കൽ പോലും അവിടുന്ന് ജീവിച്ചതുപോലെ ജീവൻ നമുക്ക് സാധിക്കത്തില്ല എന്നതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം ജീവനിലാണ്, സ്വന്തം ദേഹി ജീവനിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അവിടുന്ന് ജീവിച്ചതുപോലെയുള്ള ഒരു മാതൃകയുള്ള ജീവൻ നമുക്ക് ഒരിക്കൽ പോലും ഈ ഭൂമിയിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ അവിടുന്ന് നമുക്ക് വെച്ചിരിക്കുന്ന മാതൃക പിന്തുടരണമെങ്കിൽ അവിടെ നമുക്ക് നൽകിയ ആ ദൈവജീവനാലും അവൻ്റെ ആത്മാവിനാലും ജീവിക്കുന്ന ഒരു ദൈവവൈദ്യന് അവിടുന്ന് വെച്ചിരിക്കുന്ന സകല മാതൃകകളും പൂർത്തിയാക്കുവാൻ കഴിയും എന്ന കാര്യം സത്യം മറന്നു പോകരുത്. ഇന്ന് നമുക്ക് നിലവരുന്ന ഒന്നിനൊക്കെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് അനുവാദമില്ല, അവകാശവുമില്ല. എല്ലാം നമ്മളെ അഴച്ചവൻ കാണുന്നുണ്ട്. ആ യജമാനന്റെ കപ്പക്കൽ നമ്മൾ വരമേൽപ്പിച്ച മൗനമായിരിക്കുന്ന ഒരു യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം, ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ആരെങ്കിലും എവിടെയെങ്കിലും നമുക്ക് അതിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ, നാം തന്നെ പ്രതികാരം ചെയ്യുവാൻ നമ്മുടെ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, അത് ദൈവമക്കളുടെ യാതൊരു ക്വാളിറ്റിയുമല്ല. അത് നമ്മുടെ ആദമിൻ്റെ പ്രകൃതമാണ്. നമ്മളെ അഴിച്ചത് ദൈവമാണ്. നമുക്കൊരു യജമാനനുണ്ട് സ്വർഗത്തിൽ, നമ്മൾ അവൻ്റെ ദാസന്മാരാണ്. അവൻ നമ്മളെ അഴക്കുമ്പോൾ നമ്മുടെ സകല ഉത്തരവാദിത്വങ്ങളും അവൻ്റെ മക്കളായിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലവണ്ണം ന്യായപാലനം ചെയ്തു തരാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങൾക്ക് നമുക്ക് ഏൽപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മക്കളായ അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. വായിച്ച് കേട്ടതുപോലെ ന്യായമായി വിധിക്കുന്നവരൊക്കെ പക്കൽ വരമേൽപ്പിച്ചിട്ട് മൗനമായിരിക്കുന്ന കർത്താവിൻ്റെ ഒരു ജീവിതം, അവൻ്റെ ഒരു മാതൃക ഞങ്ങൾ പകൽക്കാലം കേട്ടു. കർത്താവെ, അങ്ങനെ ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവിടുത്തെ ജീവനും അവിടുത്തെ ആത്മാവിനും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ സ്വന്തം ജീവൻ കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഒരിക്കൽ പോലും അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ആ യേശുവിൻ്റെ മനുഷ്യത്വത്തോട് ഞങ്ങൾക്ക് അനുരൂപരായി തീരുവാൻ കർത്താവ് അവിടുന്ന് കാണിച്ച മാതൃക അനുകരിക്കണമെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളോട് ചോദിക്കുന്നത് അവിടുത്തെ ജീവനെയും ആത്മാവിനെയുമാണ്. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ കരകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആർക്കെങ്കിലും അതിൽ നിന്ന് ജയിക്കാൻ കഴിയാതെ വണ്ണം അവിടുന്ന് വെച്ച് കാൽച്ചുവടുകൾ പിന്തുടരുവാൻ കഴിയാതെ വണ്ണം പകച്ചു നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്നേ നമുക്ക് ആവശ്യമാണ്, അവൻ്റെ ജീവനും ആത്മാവും. ഇന്ന് പകൽക്കാലം നമുക്ക് ചോദിക്കാം, കർത്താവേ, അവിടെ ഞങ്ങളൊക്കെ നിറക്കണമേ. ഞങ്ങൾ അങ്ങയുടെ അങ്ങനെ പോലെ ജീവിക്കുവാൻ നല്ല മനുഷ്യനായി ഈ ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യൻ മാത്രമേ യഥാർത്ഥ ഒരു മനുഷ്യനായി ജീവിച്ചിട്ടുള്ളൂ, അത് ഞങ്ങളുടെ കർത്താവ് തന്നെയാണല്ലോ. ആ മനുഷ്യൻ്റെ ആ ദൈവം ആ മനുഷ്യപുത്രനെ പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു, ഏൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥനയായിരിക്കാം. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലുന്നൊരുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്നൊരു ശരീരം എൻ്റെ ഓർമ്മക്കായി വാങ്ങി ഭക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അത്താഴം കഴിച്ച ശേഷം പാനപാത്രം എടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മക്കായി ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിൻ്റെ വരവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുന്നവരൊക്കെയും കർത്താവിൻ്റെ രക്തവും ശരീരം സംബന്ധിച്ച കുറ്റക്കാരായി തീരുമെന്ന് വേദപുസ്തകം നമ്മെ അടിവരട്ട് പഠിപ്പിക്കുകയാണ്. ഇന്ന് യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് കർത്താവിനോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി ജീവിക്കുന്ന ഏത് മനുഷ്യർക്കും ഈ വിശുദ്ധ മേശന്ന് ഭക്ഷിക്കുവാൻ നമുക്ക് അർഹതയുണ്ട്. വളരെ ഹൃദയങ്ങളെ പരിശോധിച്ച് ശരീരമാകുന്ന സഭയെ പരിശോധിച്ച ശേഷം മാത്രമേ ഈ മേശന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നമുക്ക് അവകാശമുള്ളൂ. ആരെങ്കിലും അങ്ങനെ സ്ഥാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് ഒരു കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷകന്മാർ മുന്നോട്ട് കടന്നു വന്നിട്ട് ഇവിടെ സഹായിക്കുന്നതായിരിക്കും. കഥാവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. ഒരു വേദവാക്യം വായിക്കും. ഫിലിപ്പിയർ എൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോൾ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. പൗലോസിൻ്റെ ഒരു പ്രസ്താവനയാണ്. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെണ്ണെണ്ണുന്നു. തുടക്കം 3-ാം അധ്യായത്തിന് 4-ാം വാക്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാരേക്കാളും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദ ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രാഹിമിൽ നിന്ന് ജനിച്ച എബ്രയൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചൻ, ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനന്യൻ,
എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൗലോസ് 7-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യവും 7-ാം വാക്യവും 8-ാം വാക്യവും പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ഛേദമെണ്ണുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എനിക്ക് കിട്ടിയ പേരും പ്രശസ്തിയും പദവിയും അനുഗ്രഹങ്ങളുമെല്ലാം ഞാൻ ഛേദമെണ്ണുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 11-ാം വാക്യത്തിൽ അവൻ്റെ കഷ്ടാനുമയുള്ള കൂട്ടായ്മയും അനുഭവിക്കേണ്ടതിന് ഇങ്ങനെ വല്ലവതിനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാരണം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ ഇതെല്ലാം നിമിത്തം ചപ്പും ചവറൊന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ലഭിച്ചപ്പോൾ സകലതും ഞാൻ ചപ്പും ചവറൊന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു പരിജ്ഞാനം കിട്ടണ്ടേ. ഫിലിപ്പിയർ ലേഖനത്തിലോട് പറയാൻ കാരണം, അല്ലെങ്കിൽ ഫിലിപ്പിയർ സഭയോട് പറയാൻ കാരണം, അവർ ദൈവത്തിന് വേണ്ടി അധികമായി കൊടുക്കുന്ന വ്യക്തികളായിരുന്നു. സഭ തുടക്കം മുതൽ, പൗലോസിൻ്റെ ആരംഭം മുതൽ 1-ാം വാക്യമൊക്കെ 1-ാം അധ്യായത്തിലൊക്കെ പൗലോസ് പറയുന്നത്, തുടക്കം മുതൽ നിങ്ങൾ എൻ്റെ കൂടെ കൂട്ടായ്മ കാണിച്ചവരാണ്, സഭയിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നവരാണ്, സഭയിൽ കൊടുക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ചിലതൊക്കെ നമ്മൾ ചപ്പും ചവറൊന്നുണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കിട്ടുന്ന പേര്, പ്രശസ്തി എല്ലാം പൗലോസിനെ സംബന്ധിച്ച് അവൻ കപ്പൽ മുതലാളി, സമ്പന്നനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത കണ്ടപ്പോൾ ഞാൻ ചപ്പും ചവറും നിന്നു. അനേക വ്യക്തികൾ നമ്മൾ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ അവസാനം വരെ വായിക്കുമ്പോൾ അനേക വ്യക്തികളെ നമുക്കിത് കാണാൻ കഴിയും. കർത്താവിൻ്റെ ആ ശ്രേഷ്ഠത കണ്ടപ്പോൾ, ആ രാജ്യം കണ്ടപ്പോൾ, നിത്യത കണ്ടപ്പോൾ മറ്റതെല്ലാം വിട്ടുകൊണ്ട് ഓടിയവർ. ഹല്ലേലൂയ. മറ്റതെല്ലാം വിട്ട് ഈ ഭൂമിയിൽ കിട്ടിയ പേരും പ്രശസ്തിയും നന്മകളും എല്ലാം ചപ്പും ചവറും തന്നെ അനേകരെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. പക്ഷേ കർത്താവിനെ കാണുവാണെങ്കിൽ, അവൻ്റെ ശ്രേഷ്ഠത കാണുവാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്കതെല്ലാം ചപ്പും ചവറുമായിട്ട് എണ്ണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ എടുത്തിരിക്കുകയാണ്. ആ കരങ്ങളിൽ എടുത്തിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് ആ നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. കൊടുക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഒന്ന് മാത്രം കാണണം. ഹല്ലേലൂയ. ആ നിത്യതയെ കണ്ടുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് കരങ്ങളെടുക്കാൻ പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസനുമായ നല്ല ദൈവമേ, സ്വർഗരാജാവ് യേശോപ്പ, നല്ല ദിവസനായ നന്ദി പറയുന്നു. ഇന്ന് ഈ പകൽക്കാലത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൻ്റെ സന്നിധിയിലായിരിക്കുവാനും കർത്താവിനെ പാടി ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവിൻ്റെ മേശയിൽ നിന്നെല്ലാം ഭക്ഷിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ, അതിനായി നന്ദി പറയുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങളുടെ രാജ്യം പണിയുവാൻ വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന എല്ലാ കരങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും അത് എത്തേണ്ട കരങ്ങളിൽ തന്നെ എത്തിച്ചേരുവാൻ, ഓരോ വ്യക്തികൾക്കും അത് എത്തേണ്ട കരങ്ങളിൽ എത്തിച്ചേരുവാൻ തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ തക്കണം, അനേകർക്ക് ഉതകുവാൻ തക്കണം ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ഈശ്വര നാമത്തിൽ തന്നെ. നമുക്ക് നിമിഷം കണ്ണുകളടക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്നൊരു പകൽക്കാലം കൂടി കർത്താവെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേക്ക് കർത്താവെ ഞങ്ങൾ സമ്പന്ന കൊടുക്കുവാൻ, ആ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ തന്ന വലിയ കൃപക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അല്പസമയം കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ, കർത്താവ് വചനത്തിനോട് കൂടെ ഇരിപ്പാൻ അടിയങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ പറയുന്ന വചനങ്ങൾ, കേൾക്കുന്ന ഞങ്ങൾ ധ്യാനിക്കുന്ന വചനങ്ങളെല്ലാം കർത്താവെ, പറയുന്ന അടിയനും കേൾക്കുന്ന ജനങ്ങൾക്കും അത് പ്രയോജനമായി തീരുവാൻ, യേശുവിന് ജീവനായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടപ്പോൾ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു വചനം വായിച്ചിട്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യോഹന്നാൻ അവിടെ പറയുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് ഒരു ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് കള്ളൻ വരുന്നത്. എന്നാൽ ആ മോഷ്ടിക്കപ്പെട്ടു പോയ, അറുക്കപ്പെട്ടു പോയവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. രണ്ട് തരം ജീവനെക്കുറിച്ച്, ഒന്ന് ജീവൻ ഉണ്ടാകുവാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സമൃദ്ധിയായൊരു ജീവൻ തരുവാനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് കർത്താവ് വചനം പറയുക. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന ഉദ്ദേശം
കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതിന് ഉദ്ദേശം നമുക്കറിയാം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് അവൻ ക്രൂശിൽ മരിച്ചത്. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. യേശുവിനെ പോലെ അല്ലെങ്കിൽ യേശുവിന്റെ ഛായയിലുള്ള അനേകം പുത്രന്മാരെ, തൻ്റെ തേജസ്സിലുള്ള അനേകം പുത്രന്മാരെ ആ നിത്യതയിലേക്ക് നയിപ്പാനാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആ നിത്യതയിലേക്ക് തൻ്റെ ഛായയിലുള്ള തൻ്റെ സ്വഭാവത്തിലുള്ള അനേകം പേരെ നിത്യതയിലേക്ക് എടുക്കുവാൻ അല്ലെങ്കിൽ നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ കർത്താവ് വന്നത്. എന്നാൽ ഇവിടെ വീണ്ടും പറയുക, നിങ്ങൾക്ക് എന്ത് വേണം? ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ജീവനുണ്ട്. എന്ത്? ആദാമ്യ ജീവൻ. ആദാമൻ ജീവൻ നിത്യതയിലേക്ക് എത്തുവാൻ പര്യാപ്തമല്ല. അത് ഈ നശിച്ചു പോകുന്നൊരു ജീവനാണ്. എന്നാൽ ആ യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വരികയും അത് സമൃദ്ധിയായി നമ്മൾ നിറയുകയും ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? ആ നിത്യതയിലേക്ക് ധാരാളമായി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാ യേശു ക്രിസ്തു പറഞ്ഞ, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യേശുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുക. 1:4 അവനിൽ ജീവനുണ്ടായിരുന്നു. ആരിൽ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ ജീവന്റെ മറ്റൊരു പേര് പറയുക, വെളിച്ചം. ആ ജീവൻ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇരുട്ടുണ്ട്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളുണ്ട്. എന്നാൽ ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമ്മളെ പിടിച്ചടക്കാതിരിക്കണം. എന്ത് വേണം? ആ ജീവന്റെ വെളിച്ചം നമ്മിൽ കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അതാ കർത്താവ് പറയുന്നത്, അവനിൽ, യേശുവിനെ കുറിച്ച് പറഞ്ഞ, അവൻ ജീവനുണ്ടായിരുന്നു. അവൻ ജീവൻ മനുഷ്യ വെളിച്ചമായിരുന്നു, അത് ഇരുളിൽ പ്രകാശിക്കുന്നു. അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വീണ്ടും ആ ജീവനെ കുറിച്ച് പറയുക, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും, എത്ര ദുഷ്ടരായാലും, എത്ര പ്രശ്നമുള്ളവരായാലും, ഏത് മതത്തിൽപ്പെട്ടവരായാലും, ഏത് ജാതിയിൽപ്പെട്ടവരായാലും എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചമാ യേശു, അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവൻ. ഹല്ലേലൂയ. കാരണം ആ ജീവൻ നമ്മളിൽ രൂപാന്തരപ്പെട്ടാൽ, ഉരുത്തിരിഞ്ഞാൽ, അത് നമ്മളെ പ്രകാശിപ്പിക്കുന്നതാ, ഇരുളിനെ കൊണ്ട് നമ്മളെ പിടിപ്പിക്കാതിരിക്കുന്നതാ. ഹല്ലേലൂയ. ആ ജീവന് വേണ്ടി ഒരു ഞരക്കം ഇന്ന് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ജീവൻ നമ്മൾ പ്രാപിച്ച് ജീവനുള്ളവരെ പോലെ കർത്താവിനെ പിൻപറ്റുന്നവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ ജീവനൊരു വിഷയം, ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആ ജീവനെ, അല്ലെങ്കിൽ വെളിച്ചത്തെ യേശുവിൽ അവർക്ക് കാണുവാൻ സാധിച്ചു. കാണുവാൻ പറ്റുന്ന വെളിച്ചം, അല്ലെങ്കിൽ കാണുവാൻ പറ്റുന്ന ജീവൻ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ യേശുവിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രവൃത്തി മുഴുവനും ആ പിതാവിൻ്റെ ജീവനിൽ കൂടിയായിരുന്നു. അവൻ പ്രവർത്തിച്ചത്, അവൻ കൊടുത്തത്, അവൻ ജീവിച്ചത് എന്തായിരുന്നു? ആ പിതാവിൻ്റെ, അല്ലെങ്കിൽ ആ ജീവനിലൂടെയായിരുന്നു. അത് അവർക്ക് കാണുവാൻ സാധിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആക്കിയിരിക്കുന്നു, നമ്മളെ സ്വർഗീയന്മാരാക്കി ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരമാക്കി മാറ്റുവാനാ യേശു നമ്മളിൽ ജീവനെ പകരുന്നത്. അത് അനേകർക്ക് കാണുവാൻ സാധിക്കും, അത് അനേകർക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. എന്ത്? ഇരുട്ടല്ല, യേശുവിൻ്റെ ജീവനാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ. ഹല്ലേലൂയ. 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ അവിടെ പറയുന്നുണ്ട്, 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതേ യോഹന്നാൻ തന്നെ മറ്റൊരു ഇതിൽ പറയുകയാണ്. 1 യോഹന്നാൻ 1:2 ജീവൻ പ്രത്യക്ഷമായി, ഞങ്ങൾ കണ്ടും
കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. അവിടെ യോഹന്നാൻ വീണ്ടും പറയാ, ആ തേജസ്സിനെ ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ടു, കേട്ടു ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ആ ജീവൻ നമ്മളിൽ ഉണ്ടാകുകയും ആ ജീവൻ സമൃദ്ധിയായിട്ട് നമ്മളിൽ നിന്ന് പുറപ്പെടുകയും ചെയ്താൽ ആ ജീവനെ മറ്റുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ കഴിയും. ആ ജീവനാണ് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഇരുട്ട് മറഞ്ഞു പോകും. ഈ ജീവന്റെ മുമ്പിൽ, ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ടിന് ഇരിക്കുവാൻ സാധിക്കുകയില്ല. എവിടെ നിന്നെങ്കിലും ഇരുട്ട് നമ്മളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ജീവനിലേക്ക് കടന്നിട്ടില്ല. ജീവൻ നമ്മൾക്കുണ്ട്, എന്നാൽ ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ വളർന്ന് വരുന്നില്ല. കാരണം യേശു നമ്മൾക്ക് ജീവൻ സമൃദ്ധിയായിട്ട് തരുവാൻ തയ്യാറാണ്. എന്നാൽ ഈ ജീവന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾക്ക് ഒരു ഞരക്കം, ആ ഞരക്കമുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നവനും നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വചനം. വീണ്ടും യോഹന്നാൻ സുവിശേഷത്തിൽ പോകുമ്പോൾ എങ്ങനെയാ നമ്മളിൽ ജീവൻ വന്നെന്ന് അവിടെ പറയുന്നുണ്ട്. ആമേൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായപ്പോൾ തന്നെ നമുക്ക് ആ ജീവൻ വന്നു കഴിഞ്ഞു. നമ്മൾ യേശുവിൻ്റെ ജീവനുള്ളവരാണ്. എന്നാൽ ഒരു സമൃദ്ധിയിലേക്കുള്ളൊരു വളർച്ച നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതോട്ടം, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ഈ ക്രിസ്തീയ ജീവിതം ഓട്ടം ഓടി തീർക്കുവാൻ നമുക്ക് എന്താവശ്യമാണ്? ആ ജീവന്റെ സമൃദ്ധി ആവശ്യമാണ്. അന്ന് തരാൻ കർത്താവ് തയ്യാറാണ്. അതിൻ്റെ 16-ാം വാക്യത്തിൽ നിന്ന് വായിച്ചേ. അവൻ്റെ നിറവിൽ നിന്നും, ആമേൻ, അവൻ്റെ ജീവന്റെ നിറവായ യേശുക്രിസ്തുവിൽ ജീവന്റെ നിറവുണ്ട്. ആ ജീവന്റെ നിറവിൽ നിന്നും അത് ലഭിക്കുവാൻ നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആവശ്യപ്പെടുന്നവർക്ക്, ഞരക്കമുള്ളവർക്ക് ജീവന്റെ സമൃദ്ധി തരുവാൻ നമ്മുടെ കർത്താവ് തയ്യാറാണ്. ആ സമൃദ്ധി പ്രാപിച്ച് സ്വർഗീയനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, സ്വർഗീയനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെ ഇവിടെ ആ ജീവനോടെ ജീവിച്ചോ അതേ ജീവന്റെ പങ്കാളിത്തമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഹല്ലേലൂയ. ആ ജീവന്റെ പങ്കാളിത്തം നമുക്കെന്തുകൊണ്ട്? കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മളിനി പ്രാപിക്കുവാൻ നമ്മളോട് തയ്യാറാകണം. ഹല്ലേലൂയ. ആ ജീവന്റെ നിറവ് പ്രാപിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതം ഓടി ജയിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആ ജീവനാ നമ്മളെ നയിക്കുന്നത്. ആത്മാവിനാൽ നമ്മളെ ജീവനാ നിറയുമ്പോഴാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചില പ്രതിബന്ധങ്ങളെ വെട്ടി മുന്നോട്ട് പോകാൻ, ചില കഷ്ടതകളെ, ചില നിന്ദകളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആ ജീവനാൽ നിറയപ്പെടുവാൻ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് റോമർക്ക് ലേഖനം 5-ാം അധ്യായത്തിലേക്കൊന്ന് പോകുമ്പോൾ 5:10 ഇപ്രകാരം പറയുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പു വന്നു എങ്കിൽ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ തന്നെ നമുക്കെന്ത് വന്നു? ദൈവത്തോടൊരു ബന്ധം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ബന്ധത്തിലായി തീർന്നു. ഒരു ജീവൻ, യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വന്നു. അടുത്ത വചനം പറയാ, എങ്കിൽ നിരന്ന ശേഷം ഒരു ഓട്ടമുണ്ട്. എവിടാ ഓടുന്നത്? ആ ക്രിസ്തുവിൻ്റെ നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക് ഒരു ഓട്ടമുണ്ട്. ആ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. രക്ഷ അവസാനിച്ചിട്ടില്ല, രക്ഷയുടെ ഓട്ടം തീർന്നിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്റർ പഠിപ്പിക്കുന്നത് പോലെ യേശുവിൻ്റെ ക്രൂശുമരണത്താൽ ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇനി പാപത്തിൻ്റെ ശക്തി
എന്ത് ചെയ്യണം? നമ്മളിലൂടെയുണ്ട്. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ഈ ലോകത്തിലുണ്ട്. അതിൽ നിന്നും ഹല്ലേലൂയ നമുക്ക് ഓട്ടം ഓടുമ്പോൾ നമ്മളെ പിടിച്ചിടാതിരിക്കാൻ, നമ്മളെ വലിച്ചിടാതിരിക്കാൻ എന്ത് ചെയ്യണം? ജീവനാൽ, യേശുവിൻ്റെ ജീവനാൽ അധികമായി നിറയണം. ഹല്ലേലൂയ. എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ ജീവനാൽ നിറഞ്ഞവരായി തീരുവാൻ. ഹല്ലേലൂയ. നമുക്കറിയാം എങ്ങനെയാണ് ഈ ജീവൻ്റെ വചനത്താൽ ജീവനാൽ നിറയുന്നതെന്നുള്ള കാര്യം അനേകം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ. എന്നാൽ നമുക്ക് ആ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ ചിലർ, അന്നത്തെ കാലത്ത് ചിലർക്ക് ഈ ജീവനിലേക്ക് വരുവാൻ ഇഷ്ടമല്ലായിരുന്നു. അതാരാണ് നമുക്ക് നോക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 39-ാം വാക്യത്തിൽ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊക്കെ തിരുവെഴുത്തുകളെല്ലാം അറിയാവുന്നവരാ, എല്ലാം അരച്ച് കലക്കി കുടിച്ച് ഇന്നത് ചെയ്യണമെന്ന് അറിയാവുന്നവരാണ്. എന്നാൽ അവ യേശുവിൻ്റെ സാക്ഷ്യം പറയുന്നതാണ്. എങ്കിലും ജീവൻ പ്രാപിക്കാൻ വേണ്ടി അവൻ്റെ അടുക്കിലേക്ക് വരുവാൻ അവർക്ക് മനസ്സില്ല. അവർ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി യേശുവിൻ്റെ പുറകെ പോയി അപ്പം തിന്നാൻ പോയിട്ടുണ്ട്, തങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെ അവർക്ക് വേണം. എന്നാൽ ആ ജീവൻ, യേശുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ജീവനാ. ആ ജീവൻ പ്രാപിക്കാൻ വേണ്ടി അവർക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ഞാൻ പ്രിയപ്പെട്ടവരെ, നമ്മളത് അങ്ങനെയാണെന്ന് ചിന്തിക്കണം. നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടാണോ? നമ്മുടെ മോഹങ്ങളെ നടപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇന്ന് ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ആ ജീവനെ പ്രാപിച്ച് നിത്യജീവനിൽ കർത്താവിനോടെ നിത്യകാലം വാഴുവാനാണോ നമ്മൾ ഇന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നത്? കർത്താവ് ചോദിക്കുക. ഹല്ലേലൂയ. അവർക്ക് എന്തില്ലായിരുന്നു? ജീവനെ പ്രാപിക്കാനുള്ള ഇഷ്ടമില്ലായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് ജീവനെ പ്രാപിപ്പാൻ ഇഷ്ടം വന്നില്ലെന്ന് അതിൻ്റെ ഹല്ലേലൂയ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 41-ലേക്ക് വരുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. 12-ന്റെ യോഹന്നാൻ 12-41 യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ യെശയ്യാവ് കണ്ട യഹോവയുടെ തേജസ് ആരുടെ തേജസ് ആയിരുന്നു? നമ്മുടെ യേശുവിൻ്റെ ജീവന, അല്ലെങ്കിൽ യേശുവിൻ്റെ തേജസ് ആയിരുന്നു. ആ തേജസ്സിനെ കൊണ്ട് അവരോട് പറഞ്ഞപ്പോൾ പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. ആ ജീവനിലേക്ക് വന്നില്ല. എന്ത്? പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ. ഇന്ന് അനേകർ ജീവനെ വേണ്ട, വേദന വേണം, തങ്ങൾക്ക് മറ്റുള്ള കാര്യം. അത് തൊട്ടടുത്ത കാര്യത്തോടെ അതാ പറയുന്നത്. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഹല്ലേലൂയ. തങ്ങളുടെ ആഗ്രഹങ്ങളെ, മറ്റുള്ളവർ എന്നെ മാനിക്കുന്നതിനെ, മറ്റുള്ളവർ എന്നെ ഒന്ന് പുകഴ്ത്തി പറയുന്നതിനെ അവർ സ്നേഹിച്ചതുകൊണ്ട് അവർ ജീവനെ സ്നേഹിച്ചില്ല. അവർക്ക് ജീവനെ ഒന്ന് തൊടുവാൻ പോലും പഴയ നിയമർക്ക് കഴിഞ്ഞില്ല. ആ ജീവൻ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് എന്താണ് നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മൾ യേശുവിനെയാണോ? ആ ജീവനെയാണോ? അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും മാനങ്ങളെയാണോ? ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ മാനങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും നശിച്ചു പോകുന്ന, ഹല്ലേലൂയ, ലോകവും അതിൻ്റെ മോഹവും നശിച്ചു പോകും. ഇന്ന് നമ്മൾ സ്നേഹിക്കുക എന്തിനാ? നല്ല ഭവനങ്ങളെയാണോ? അത് നശിച്ചു പോകും. നമ്മളെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസമാണോ? അത് നശിച്ചു പോകും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനോഹരമായ നല്ല കാഴ്ചകളെയാണോ? അതും നശിച്ചു പോകാനുള്ളതാണ്. ജഡത്തിന് അല്പം സുഖം കിട്ടും കട കാഴ്ചകൾ കാണുമ്പോൾ, എന്നാൽ അതും നശിച്ചു പോകാനുള്ളതാണ്.
ഈ ലോകത്ത് നമുക്ക് എന്തു മാനം കിട്ടിയാലും എന്ത് സുഖസൗകര്യം കിട്ടിയാലും അത് നശിച്ചു പോകും. എന്നാൽ നശിച്ചു പോകാത്തത് ഒന്നേയുള്ളൂ. ഹല്ലേലൂയ, നിത്യജീവൻ, അല്ലെങ്കിൽ യേശു തരുന്ന ജീവൻ ഒന്ന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മാനം ഈ ഭൂമിയിൽ ഇല്ല. ഹല്ലേലൂയ. നമുക്കുള്ള മാനം അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ 12-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ ഈ മാനത്തെക്കുറിച്ച് അവരോട് കർത്താവ് പ്രസംഗിച്ചതാ. ആമേൻ. ആമേൻ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവനായിക്കോട്ടെ, കർത്താവിനെ ആരാധിക്കുന്നവനായിക്കോട്ടെ, കർത്താവിൻ്റെ ഹല്ലേലൂയ ശുശ്രൂഷ ആരായാലും ആയിക്കോട്ടെ, അവർ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എവിടെയാണ് നമ്മുടെ കർത്താവ് ഇരിക്കുന്നത്? സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് യേശുവിന് വേണ്ടി ഇന്ന് കഷ്ടമനുഭവിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരും അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ആ പിതാവ് അന്നേരം അവനെ മാനിക്കും. ഹല്ലേലൂയ. ഈ മാനമാ നമ്മൾക്കുള്ളത്. എന്നാൽ ഇത് പ്രസംഗിച്ചിട്ടും തൊട്ടടുത്ത അധ്യായം വരെ പറയുന്നത് അവർ പിൻവാങ്ങിപ്പോയി. എന്താ കാര്യം? അവർ ലോകത്തിൻ്റെ മാനത്തെ, ലോകത്തിൻ്റെ നൈമിഷിക സുഖങ്ങളെ അവർ മാനിച്ചു. നശിച്ചു പോകുന്നതിനെ. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മോഹത്തെ, ലോകത്തിൻ്റെ മാനത്തെ നമ്മൾ മാനിക്കുന്നെങ്കിൽ, ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ ജീവൻ നമ്മളിൽ ഇരിക്കില്ല. സമൃദ്ധിയായിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിനെല്ലാം മോഹങ്ങളെ ഉപേക്ഷിച്ച് അവങ്കിലേക്ക് മാത്രം നോക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, മത്തായി സുവിശേഷം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ 2 പേരെ കർത്താവ് ആ തലമുറ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് നിനവേക്കാരാണ്. ആ നിനവേക്കാരെ കുറിച്ച് കർത്താവ് പറയുന്നത് ഞാൻ എടുക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എടുക്കുന്നില്ല. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. മാനസാന്തരപ്പെട്ടവന്റെ ഉള്ളിലേക്ക് എന്ത് കൊടുക്കുന്നത്? ജീവൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞു. ആരാ? തെക്കേ രാജ്ഞി. അവൾ എന്ത് ചെയ്തു? യേശു ആ സ്ത്രീയെ ഉയർത്തുകയാണ്. എന്താ? അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ, യഹോവയുടെ ജ്ഞാനം കേൾപ്പാൻ, ആ ജീവനെ ഒന്നറിയുവാൻ അവർ അതിർത്തി കടന്ന് ശലോമോന്റെ അടുത്തെത്തി. ഹല്ലേലൂയ. ആ ജ്ഞാനം അല്ലെങ്കിൽ ജീവൻ അനുഭവിച്ചറിയുവാൻ തെക്കേ രാജ്ഞി എത്തിയപ്പോൾ അവർ, കർത്താവ് ആ 2 കൂട്ടരെയും എടുത്തുയർത്തിക്കൊണ്ട് പറയുക, അവർ എന്ത് ചെയ്യുന്നു? അവർ നിങ്ങളെക്കുറിച്ച് മാനം അന്വേഷിക്കുന്നവരെ അവർ കുറ്റം പറയും, അല്ലെങ്കിൽ വിധിക്കും. എവിടെ? കർത്താവിൻ്റെ വരവിങ്കൽ. ഹല്ലേലൂയ. തെക്കേ രാജ്ഞി ആ യഹോവയുടെ ജ്ഞാനം അന്വേഷിക്കുവാൻ, ആ പരിജ്ഞാനം അന്വേഷിക്കുവാൻ ഒരു അതിർത്തി കടന്നെത്തി. ഇന്ന് നമ്മൾ അതിർത്തി കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ജഡത്തിൻ്റെ കാഴ്ചകൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ കാണുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൻ്റെ ചില പറ്റുമാനാണ് അന്വേഷിക്കുവാനാ നമ്മളിന്ന് അതിർത്തി കടന്നും, നമ്മുടെ ഭവനം കടന്നും, നമ്മുടെ ദേശം കടന്നൊക്കെ പോകുന്നത്. എന്നാൽ കർത്താവ് അത് കണക്കിടുന്നില്ല. നീ ജ്ഞാനം കേൾക്കാൻ വന്നിട്ടുണ്ടോ? നീ പരിജ്ഞാനം എന്നറിയാൻ വന്നിട്ടുണ്ടോ? ജഡത്തിൻ്റെ സുഖം വിട്ടുകളയുവാനായിട്ടാണോ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? ലെഫ്റ്റ് നിങ്ങളെ ഉയർത്തി പിടിച്ചിങ്ങനെ കരത്തിൽ നിർത്തിയിട്ട് പറയും, ഇവൻ നിങ്ങളെ കുറ്റം പറയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനം ഈ ഭൂമിയിലല്ല. ഹല്ലേലൂയ. എവിടെയാ? നിത്യതയിൽ കർത്താവിൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുത്തുവാൻ ദൈവം തയ്യാറാണ്. എന്നാൽ ജീവനാൽ നിറയപ്പെട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരാഗ്രഹം വേണം. ഹല്ലേലൂയ. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ജീവനിൽ വളരുവാൻ ആ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 6:63 തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ വളർന്നു വരണം. യോഹന്നാന്റെ സുവിശേഷം എന്ന് വായിക്കണം. എല്ലാം ജീവനെക്കുറിച്ച് സുവിശേഷമാണ്. 6:63 പറയുന്നു, മാംസം ഒന്നും ഉപകരിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഈ കർത്താവിൻ്റെ വചനമാ ജീവൻ. ഇത് നമ്മൾ ഓരോ ദിവസവും കുടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ ജീവൻ സമൃദ്ധിയായിട്ടൊരുങ്ങാൻ തുടങ്ങും. ഈ ജീവൻ നമ്മളിൽ നിന്ന് വീഴുമ്പോൾ നമ്മുടെ ആദാമ്യ ജീവൻ എന്ത് ചെയ്യും?
പതുക്കെ അതാ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. ഹലോ, അവനോ വളരേണം, ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ ഞാൻ എന്നവൻ കുറഞ്ഞു വരണമെങ്കിൽ യേശു അല്ലെങ്കിൽ ആ ജീവൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അവിടെ പറയുന്നു ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അത് എന്ത് ചെയ്യണം? വളർന്ന് വരണം. 1 പത്രോസ് 2:1 വരുമ്പോൾ വീണ്ടും അവിടെ വചനത്തെക്കുറിച്ച് തന്നെ പറയുക. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. രക്ഷയ്ക്കൊരു വളർച്ചയുണ്ട്, അത് ജീവന്റെ വളർച്ചയാണ്. രക്ഷയ്ക്കായി വളരുവാൻ മായമെന്ന വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ ഒരു വാഞ്ച നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? നമ്മളെ തന്നെ ചോദിക്കണം, നമ്മളെ തന്നെ ശോധന ചെയ്യണം. കാരണം ജീവന്റെ സമൃദ്ധി നമുക്ക് ആവശ്യമാണ്. അതാ നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. മറന്നുപോകുന്ന കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് യേശുവിൻ്റെ ജീവന. നമ്മൾ വചനം വായിക്കുമ്പോൾ, നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ജീവനായി ഉരുത്തിരിയും. ആ ജീവൻ നമ്മളെ പ്രവൃത്തികളാൽ പുറത്തേക്ക് വരും. ഹല്ലേലൂയ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കുവിൻ. 1 പത്രോസ് 3:10 തന്നെ വരുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആമേൻ. ജീവനെ ആഗ്രഹിക്കുകയും, ഏത് ജീവനാ? യേശുവിൻ്റെ ജീവൻ പ്രാപിച്ച് എനിക്ക് നിത്യജെത്തണം. യേശുവിൻ്റെ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. ജീവനെ ആഗ്രഹിക്കുന്നവന് എന്തുണ്ട്? ഒരു ശുഭകാലമുണ്ട്. ഏതാ ശുഭകാലം? കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ശുഭകാലം നമുക്ക് വെച്ചിട്ടുണ്ട്. അത് നാളെ വരാൻ പോകുന്ന നമ്മുടെ മറ്റുള്ള സൗഭാഗ്യങ്ങളല്ല, മറ്റുള്ള കാര്യങ്ങളല്ല നമ്മുടെ ശുഭകാലം. നമ്മുടെ ശുഭകാലം കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഇവിടെ പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്തവൻ. ജീവനും നിത്യതയും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒന്നിനൊന്ന് ഒരുമിച്ച് പോകുന്നതാ ജീവനും നിത്യതയും. ഹല്ലേലൂയ. കൃപയും നീതിയും. കൃപ കൊണ്ട് നമുക്ക് നീതി ലഭിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവൻ നമ്മൾ വളരുമ്പോഴാ നമുക്ക് നിത്യതയെക്കുറിച്ച്, ആ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ നിറവ് വരുന്നത്. ഹല്ലേലൂയ. ജീവൻ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം പറയാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കളുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങളിലൂടെ കടന്നു പോകട്ടെ. പത്രോസ് തൻ്റെ സഭയെ പറയുക, ജീവൻ ഈ ജീവൻ നമ്മളിൽ വളരുവാൻ ചില ക്രമീകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. 1 തിമോത്തി 4:8 നമുക്ക് ആ വചനം കൂടി വായിക്കുമ്പോൾ 1 തിമോത്തി 4:8 അവിടെ പറഞ്ഞ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും. ഏതാ ഇപ്പോഴത്തെ ജീവൻ? യേശുവിനാൽ നമുക്ക് ലഭിച്ച ജീവൻ, അവിടെ വിശ്വാസികൾ ലഭിച്ച ജീവൻ. ഇപ്പോഴത്തെ ജീവന്റെയോ വരുവാനിരിക്കുന്നതിനെയോ വാഗ്ദത്തമുള്ളതാകയാൽ വരുവാനുള്ള നിത്യതയുടെയും വാഗ്ദത്തമാ. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റഡ് ആണ്. ജീവനും വാഗ്ദത്തങ്ങളായ നിത്യതയും. വാഗ്ദത്തങ്ങളായ സകലത്തിനും പ്രയോജനകരമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ നിത്യതയ്ക്കുള്ള ഓട്ടത്തിന് അത് പ്രയോജനകരമാണ്. അത് പ്രയോജനമാണെങ്കിൽ 6-ാം വാക്യം വായിക്കും. വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷനാകുക. എങ്ങനെയാണ്? സത്യവിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ദൈവഭക്തിയിലേക്ക് വരുന്നത്. ആ ദൈവഭക്തി എന്തിനു വേണ്ടിയാ? ജീവൻ ലഭിക്കുവാനാ, വേറെ ഒന്നിനും വേണ്ടിയല്ല. ദൈവത്തോടുള്ള ഭക്തി നമ്മൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്നത് എന്തിനാ? യേശുവിൻ്റെ ജീവനാ നിറയാനും നിത്യതയിൽ നമ്മൾ എത്തുവാനാ. മറ്റൊന്നിലേക്ക് മാറിപ്പോകല്ലേ. നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ചിലതുണ്ട്. ഹല്ലേലൂയ. വലിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ
എന്തോന്നറിയാമോ? ജീവൻ മാറിപ്പോവും. പിന്നെ ഈ ലോകത്തിലെ ജീവിതമാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വീണ്ടും മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് മറ്റൊരു കാര്യം പറയണം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14-ാം വാക്യം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ചില ഇടുക്ക വഴികൾ ജീവങ്കിലേക്കും നിത്യജീവനിലേക്കുമുണ്ട്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഹല്ലേലൂയ. ഇന്ന് ആർക്കും എന്തില്ല? ഞെരക്കത്തിൻ്റെ വഴി ആവശ്യമില്ല. തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന വഴിയുണ്ട്. ഹല്ലേലൂയ. വഴി നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ഹല്ലേലൂയ. നാശത്തിലേക്ക് പോകുന്ന വാതിലിൽ കൂടെ കടക്കാൻ അനേകരുണ്ട്. കാരണം അവിടെ ഒരു വ്യവസ്ഥകളുമില്ല. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ഏത് മോഹങ്ങളിലേക്കും പോകാം. യേശുവിനെ കൊണ്ട് തന്നെ ഏത് മോഹങ്ങളിലേക്കും പോകാം. ഏത് സ്വപ്നങ്ങളിലും നടക്കാം. ജീവന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് ആ വഴി പോകുവാൻ അനേകരുണ്ട്. എന്നാൽ ജീവൻ പ്രാപിച്ച് നിത്യജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കമുള്ളതാ, ഞെരുക്കമുള്ളതാ, മാനസാന്തരമുള്ളതാ, ജ്ഞാനം പ്രാപിക്കേണ്ടതാ, പരിജ്ഞാനത്തിൽ വളരേണ്ടതാ. ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ, യേശുവിൻ്റെ ജീവൻ കൂടാതെ ഇതൊന്നും സാധ്യമല്ല. കൂട്ടായ്മയില്ലാതെ സാധ്യമല്ല. ദൈവവചന പഠനമില്ലാതെ ഇത് സാധ്യമല്ല. ദൈവവചനത്തിൻ്റെ വായനയില്ലാതെ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഞെരുക്കമുള്ള അവിടെ കഷ്ടങ്ങളുണ്ട്, ഇടർച്ചകളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഈ ഞെരുക്കമുള്ള വഴി ഞങ്ങൾക്ക് വേണ്ട. പകരം എന്ത് ചെയ്യും? ഒന്നുമില്ലാത്ത വിശാലമായ വഴി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിശാലമായ വഴി പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വിശാലമായ അനേക സ്ഥലങ്ങളിലുണ്ട്. അത് കർത്താവും പറയുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഇടുക്ക് വാതിലിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്ന വചനം വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ 15-ാം അധ്യായം വാക്യം 13-ഉം 14-ഉം ഇടുക്ക് വഴിയെ കുറിച്ച് പറഞ്ഞിട്ട് ജീവങ്കിലേക്കുള്ള വഴിയെ പറഞ്ഞിട്ട് 15-ാം അധ്യായം പറയുന്ന വാക്യം ഇതാ: കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അവർ വിശാലതയുള്ള വാതിലിനെ കുറിച്ച് പറയുന്നു. ശ്രദ്ധിച്ചോ, അവർ ഇടുക്ക് വഴിയെ കുറിച്ച് പറയില്ല. യേശു അവരെ ഓർമ്മപ്പെടുത്തുക. അവർ എന്ത് ചെയ്യും? അവർ വിശാല വഴിയെ കുറിച്ച് പറക്കും, ഞെരുക്കമുള്ള വഴിയെ കുറിച്ച് പറയില്ല. ഇന്ന് വചനം കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഇടുക്ക് വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവാ, ഞെരുക്കത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവരാ. കഷ്ടത, ഈ ലോകത്ത് നമുക്ക് കഷ്ടങ്ങളുണ്ട്. എന്നാൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന കർത്താവിനെ നമ്മൾ പിൻപറ്റുന്നത്. ഹല്ലേലൂയ. അവിടെ തൊട്ട വചനത്തിൽ ആ കടിച്ചിരുന്ന ചെന്നായ്ക്കള നേരത്തെ വന്നില്ലേ? നേരത്തെ നമ്മൾ ജീവനെ തരുന്നതിന് മുമ്പ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്നില്ലേ? അതേ വചനമാണ് ഇവിടെ പറയുന്നത്. അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ഈ ലോകത്തിന്റെ വചനം അല്ലെങ്കിൽ ഈ വിശാല വചനം നിങ്ങളോട്ടിട്ട് നിങ്ങളുടെ ജീവനെ പറിച്ചു കളയും. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം. കർത്താവ് ആദ്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞ വാചകമാണ് ഹല്ലേലൂയ. ജീവനിലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളത്. നമുക്കറിയാം, പ്രവാചകൻ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് വിലാപങ്ങളുടെ പുസ്തകം ഈ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും കർത്താവ് പറഞ്ഞോണ്ട് എന്താ പ്രവചിക്കേണ്ടത്, നിങ്ങൾ പുറത്തുപോയി എന്താ കേൾക്കേണ്ടത്. 2:14 നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസ കാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. ദൈവവുമായുള്ള പ്രവാസത്തിലായിരുന്നു യെരുശലേമ്യർ. അവർക്ക് ദൈവം അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പാപങ്ങൾ നിമിത്തം അവർ അകന്നുപോയി. എന്നാൽ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം അവരുടെ അകൃത്യമെന്ന് അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞില്ല. പകരം എന്ത് ചെയ്തു? വ്യാജവും പ്രവാസ കാരണവുമായ വീണ്ടും ദൈവത്തിൽ നിന്നും അകൽക്കുന്ന അല്ലെങ്കിൽ ദൈവം തമ്മിൽ അകറ്റുന്ന ചില കാരണങ്ങളെ അവരോട് പ്രവചിക്കുക. ഹല്ലേലൂയ. ഇതല്ല പ്രവചനം.
ഇതല്ല ദൈവശുശ്രൂഷ. ദൈവശുശ്രൂഷ ഞെരുക്കവും ഇടുക്കമുള്ളൊരു വഴിയുണ്ട്, ജീവനെ പ്രാപിക്കുന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ജീവനെ പ്രാപിച്ച് ലോകത്തെ ഉപേക്ഷിച്ച് നിത്യതയിലേക്ക് വരുവാൻ നമ്മളിന്ന് എന്താ പാടിയത്? ഈ ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം കൈവെടിയിൽ ഞാൻ. ഈ ലോകത്തിൽ ജാരന്മാരുണ്ട്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ കൊണ്ട് നമ്മളെ ആ മോഹത്തിലേക്ക് അടുപ്പിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അടുപ്പിക്കുന്ന രാജന്മാരെ കണ്ട് മണ്ണെ പ്രതി, എവിടെ മണ്ണ്? ഇവിടുത്തെ 3 സെന്റ് അല്ല, അല്ലെങ്കിൽ 4 സെന്റ് അല്ല, മണ്ണെ പ്രതി, എനിക്ക് വെച്ചിരിക്കുന്ന നിത്യവകാശത്തെ പ്രതി ഞാൻ ആ മാണിക്യമാകുന്ന യേശുവിനെ, മാണിക്കുന്ന ജീവനെ കൈവിടിയില്ല. പഴയ ഭക്തന്മാർ പാടിയ പാട്ട, മണ്ണെ പ്രതി മാണിക്യം ഞാൻ വിടില്ല. ഈ ലോകത്തിലെ കാഴ്മ മോഹങ്ങൾക്ക് വേണ്ടി, കൺമോഹങ്ങൾക്ക് വേണ്ടി, ജീവിത മോഹങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുവിൻ്റെ ജീവനെ നമ്മളിന്നും പറയുവാൻ ചില ഹല്ലേലൂയ ചെന്നായ്ക്കൾ അവിടെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. വളരെ ശ്രദ്ധിച്ച് ക്രിസ്ത്യന് മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ ജീവൻ്റെ വചനം, അല്ലെ ജീവൻ നമ്മളിലാണ്. വീണ്ടും നമുക്ക് ഇടുക്കുവാതിലാണ് ജീവനിലേക്ക് പ്രവേശിക്കുന്നത്, ചില ഇടുക്കുവാതിലൂടെയാണ്. നമുക്ക് വീണ്ടും 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വേഗം കടന്നു വരുമ്പോൾ, അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 6-ാമത്തെ വാക്യം, 4:6. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട അതേ വചനം വീണ്ടും പൗലോസ് ആത്മാവിൽ പറയുക, ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുൾ ചെയ്തു. ഇരുട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ ജീവൻ പ്രകാശിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം അവർ കണ്ട, നമ്മൾ വായിച്ചില്ലേ, കേട്ട, തൊട്ട ദൈവത്തിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ച് അവൻ്റെ പിന്നാലെ നടത്തുന്നവർ, പിൻഗമിച്ചവർക്ക് അവർ കണ്ട തേജസ്, അല്ലെങ്കിൽ അവർ കണ്ട ജീവൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. കണ്ടോ? എവിടെയാ പ്രകാശിച്ചത്? ഇപ്പോൾ അവർ കണ്ട തേജസ് നമ്മുടെ ഓരോ ഹൃദയങ്ങളിലുണ്ട്. ഹല്ലേലൂയ. ആ തേജസ്സാണ് നമ്മൾ വഴി നടത്തേണ്ടത്. ഹല്ലേലൂയ. ആ ഹൃദയങ്ങളിലെ തേജസ് എന്ത് ചെയ്യണം എന്നറിയാമോ? ആ ഹൃദയത്തിൽ മാത്രം ഇരുന്നാൽ പോരാ. കുറച്ച് അടുത്ത വാചകം നമ്മൾ വായിക്കാവുന്ന വചനം, ഇടക്കവാതില. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 4:10. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഹല്ലേലൂയ. എവിടെ എവിടെ എവിടെ? ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ഹൃദയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ആകമാനം മുഴുവനായ തേജസ് വ്യാപരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇടുക്കുവാതിൽ എന്താ? അത് മരണമായ ഇടുക്കുവാതിൽ. നമ്മുടെ ശരീരം, യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശു തൻ്റെ പാപജഡത്തെ ക്രൂശിൽ മരിച്ചതുപോലെ നമ്മളുടെ ഈ പാപജഡം, ലോകത്തെ മോഹിക്കുന്ന, ലോകത്തിന്റെ ചിന്തകളെ താലോലിക്കുന്ന, ദൈവത്തിന്റെ ഒരു നീതിയുമില്ലാത്ത ജഡം എന്ത് ചെയ്യണം? യേശു എങ്ങനെയോ ക്രൂശിൽ മരിപ്പിച്ചത് അതുപോലെ ക്രൂശിൽ മരിപ്പിക്കണം. നമ്മുടെ ജഡം മരിച്ചാൽ മാത്രമേ എന്തുള്ളൂ? മുഴുവനായി ജീവൻ വ്യാപരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. മരണത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീര ജീവൻ, യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഒരു ദിവസം കൊണ്ടല്ല, എല്ലായ്പ്പോഴും, എല്ലാ ദിവസവും ഈ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ജഡം ഇടക്ക് പൊങ്ങി വരും. ആ പൊങ്ങി വന്ന് നമ്മൾ പിടികൂടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ മരണത്തിന് ഏൽപ്പിക്കണം. ക്രൂശിലേക്ക് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ജഡം പൊങ്ങി വന്ന് പിറുപിറുപ്പ്, ഭിന്നത, അസൂയ, പക, പിണക്കം ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്നാണെന്നറിയാമോ? മരിക്കാത്തൊരു ജഡം ഒരുവനിൽ ജീവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവനെ മരിപ്പിച്ചില്ല എങ്കിൽ അത് പൊങ്ങി വരും. ഒരിക്കൽ നമ്മൾ സ്നാനത്തിൽ അവനെ അടച്ചതാ, അത് പ്രതീകമായിട്ട് അടയ്ക്കൂ.
ഹല്ലേലൂയ. എന്നാൽ ഓരോ ദിവസവും ഇവിടെ പറയുന്നത് എല്ലായ്പ്പോഴും എപ്പോൾ പൊങ്ങി വന്നാലും ആ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾ, ആ പ്രൗഢിയുടെ സ്വഭാവങ്ങൾ, പഴയ പാരമ്പര്യത്തിന്റെ സ്വഭാവങ്ങൾ, ദൈവത്തെക്കാളും മാനം അന്വേഷിക്കുന്ന സ്വഭാവങ്ങൾ, ഈ ലോകത്തിന്റെ മോഹത്തെ അന്വേഷിക്കുന്ന സ്വഭാവങ്ങൾ എപ്പോൾ പൊങ്ങി വന്നാലും പ്രിയരെ, അതെന്ത് ചെയ്യണം? അത് വെളിപ്പെടുത്താനുള്ളതല്ല, അത് ക്രൂശിലേക്ക് കൊടുക്കാനുള്ളതാ, അതിനെ മരിപ്പിക്കാനുള്ളതാണ്. അത് മരിക്കാതെ ജീവൻ വെളിപ്പെടില്ല. നിത്യജീവന്റെ വഴിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഓരോ ദിവസവും എന്ത് ചെയ്യണം? നമ്മൾ ആ പഴയ മനുഷ്യനെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അതിൻ്റെ 4:7 തൊട്ട് വായിക്കുമ്പോൾ ജീവൻ മരിപ്പിച്ചവരെ കുറിച്ച് അവിടെ പറയുക. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. മൺപാത്രങ്ങളിൽ നമ്മുടെ ഈ ശരീരത്തിൽ ജീവൻ പകർന്നിരിക്കുന്നു. അവിടെ പറയുക, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. കഷ്ടമുണ്ട്, പക്ഷെ ഇടുങ്ങിയല്ല ജീവിക്കുന്നത്. സന്തോഷത്താൽ ആ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായി ജീവിക്കുന്നു. ഈ ലോകത്തിൽ കഷ്ടം സഹിക്കുവാൻ നമ്മൾ വിളിച്ചിരിക്കുക. എന്നാൽ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. സമ്പന്നരല്ല, സമൃദ്ധിയിലല്ല, ജീവനുള്ളവർ ബുദ്ധിമുട്ടുന്നവരാ, അവർ നിരാശയില്ല. ഇടക്ക് ഏങ്ങലൊക്കെ വരുന്നുണ്ടോ? പഴയ ജീവിതത്തിന്റെ ഓർത്ത്, പണ്ടത്തെ വാടക വീടിനെ ഓർത്ത്, പണ്ടത്തെ കഷ്ടങ്ങളെ ഓർത്തവർ ഏമ്പൊക്കെ വന്നെങ്കിൽ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല. ചില ഇന്നലെ നമ്മൾ കേട്ടു, ചില കണ്ണുനീരൊക്കെ ഇട്ടുകൊണ്ട് പല കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില കണ്ണുനീര് വരും. അവൻ എന്നെ നിന്ദിച്ചത്, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്, അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഓർത്തൊരു നിരാശയുടെ കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, നമ്മൾ മരിച്ചിട്ടില്ല. കാരണം മരിച്ചവരെ എത്ര നിന്ദിച്ചാലും അവർ എഴുന്നേറ്റ് വരില്ല. അവനെ എത്ര നിന്ദിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ള നിന്ന കേട്ട്, മറ്റുള്ള പരിഹാസം കേട്ട് നമ്മളുള്ളിൽ എന്തെങ്കിലും ആ പഴയ, നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ട, ആ പഴയ കണ്ണീരും വിഷമൊക്കെ ഇങ്ങോട്ട് വന്നെങ്കിൽ പഴയവനും മരിച്ചിട്ടില്ല. എന്തുകൊണ്ടാ കണ്ണീരും വിഷവും ഗ്രൂപ്പിസോ കാര്യങ്ങളെന്ന് അറിയാമോ? പഴയ മനുഷ്യൻ മരിക്കാത്തതുകൊണ്ടാ. ഞാൻ എൻ്റെ പ്രൗഢി അന്ന് അങ്ങനെയായിരുന്നു, അതിന് താഴെ വരെ എനിക്ക് കഴിയില്ല, ഞാൻ മരിക്കില്ല. ഹല്ലേലൂയ. ഞാൻ അന്ന് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. നോ, മരിച്ചവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉപദ്രവം സഹിക്കുവാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മൾ ഉപേക്ഷിച്ച് കളയില്ല. അവൻ്റെ കരങ്ങളിൽ കിടന്ന ഉപദ്രവം നിങ്ങൾ ഏൽക്കുന്നത്, അവൻ്റെ സംരക്ഷണത്തിൽ കിടന്ന ഉപദ്രവം നിങ്ങൾ ഏൽക്കുന്നത്. അവൻ അറിയാത്ത ഒരു കഷ്ടവും, അവൻ അനുവദിക്കാത്ത ഒരു കഷ്ടവും ദൈവമക്കളുടെ മേൽ വരികയില്ല, ജീവനുള്ളവൻ്റെ മേൽ വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അവിടെ പറയുക, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നുമില്ല. നമ്മൾ വീണ് കിടക്കുന്നതായിരിക്കാം, ഒന്നുമില്ലായിരിക്കാം, അല്ലെങ്കിൽ അനേകം ചവിട്ടി 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 പോകുന്നവരായിരിക്കാം. എത്ര പേർ ചവിട്ടിപ്പോയിക്കോട്ടെ, ജീവനുള്ളവൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അതാ ജീവന്റെ സമൃദ്ധി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നമ്മൾ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യണം? ആ പഴയ മനുഷ്യനെ, ആ പഴയ സ്വഭാവത്തെ ഓരോ ദിവസവും മരിപ്പിച്ചു കൊണ്ടിരിക്കണം. വെളിപ്പെടാൻ അനുവദിക്കരുത്. പിന്നെ വെളിപ്പെടുന്നതാ പുതുജീവൻ വെളിപ്പെടണം, യേശുവിൻ്റെ ജീവൻ വെളിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും എന്തുകൊണ്ട് ഗലാത്യർ ലേഖനം 2:20 വരുമ്പോൾ, ഗലാത്യർ 2:20 പൗലോസ് എന്താ ചെയ്തെന്ന് പറയുന്നുണ്ട്. ഗലാത്യർ 2:20. ആമേൻ. അവിടെ ആമേൻ. അവിടെ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാ, ആ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിച്ചു, ഞാൻ എന്ന മനുഷ്യനെ ഞാൻ ക്രൂശിച്ചു. ഇനി എന്നിലൂടെ ജീവിക്കുന്നത് യേശുവാണ്, യേശുവിൻ്റെ സ്വഭാവമാണ്, യേശുവിൻ്റെ പ്രവൃത്തിയാണ് എന്നിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ അത്രേ. എന്തിനാ
പൗലോസ് ക്രൂശിച്ചെന്ന് 5:24 പറയുന്നുണ്ട്. ക്രിസ്തു എന്തിനാ ക്രൂശിക്കേണ്ടത്? ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. പഴയ മനുഷ്യൻ്റെ പ്രകൃതിയെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി, ജ്ഞാനം പ്രാപിപ്പാൻ ഇഷ്ടമില്ലാത്ത, പരിജ്ഞാനത്തിലേക്ക് എത്താൻ ഇഷ്ടമില്ലാത്ത, നിത്യത്തിലേക്ക് വരുവാൻ ഇഷ്ടമില്ലാത്ത പഴയ മനുഷ്യനെ ക്രൂശിച്ച് മരിപ്പിക്കുക. ജഡത്തെ അത് രോഗമോഹങ്ങളുടെ ക്രൂശിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ 20-ാം വാക്യത്തിൽ പറയുവാൻ ഒരു കാരണം ഉണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം എന്താ അതിൻ്റെ കാരണം. നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ 2:11 ഇപ്രകാരം പറയുന്നുണ്ട്. എന്നാൽ കേഫാവ്, പത്രോസ്, ശ്രദ്ധിക്കണമേ, കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. ആർക്കാണ്? പത്രോസിന്. വെളിപ്പാട് കിട്ടിയ പത്രോസിന്, പ്രാർത്ഥിക്കുന്ന പത്രോസിന് എന്ത് സംഭവിച്ചു എന്നാ പറയണേ? ഒരു കുറ്റം കാണുന്നു. അതുകൊണ്ട് ഞാൻ അവനോട് അഭിമുഖമായി എതിർത്ത് നിന്നു. എന്താണ് അവൻ്റെ കുറ്റം? അതിൻ്റെ 12-ാം വാക്യം പറയാ, യാക്കോബിൻ്റെ അടുക്കൽ നിന്നും ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടു പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. അവരെന്ത് ചെയ്യുന്നറിയാമോ? പഴയ സ്വഭാവമായ ന്യായപ്രമാണം ഇടക്കിടെ പൊങ്ങി വന്നു. പ്രമാണിമാരെ കണ്ടപ്പോ, ഇത്തിരി വലിയ സമ്പന്നരെ കണ്ടപ്പോ അവൻ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരോട് പിൻവാങ്ങി, പരിചാരകരുടെ ഭയപ്പെട്ട് പിൻവാങ്ങി നിന്നു. ഹല്ലേലൂയ. പിൻവാങ്ങി. അവൻ്റെ സ്വഭാവം തിരിച്ചു വരിക. പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല, പഴയ സ്വഭാവം വീണ്ടും വരിക. അതുകൊണ്ട് സംഭവിച്ചൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാ. എന്താ സംഭവിച്ചത്? ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശേഷം യഹൂദന്മാർ, വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാർ, ദൈവത്തിൻ്റെ ശുശ്രൂഷകനായ ബർന്നബാസ്, അവൻ്റെ പഴയ സ്വഭാവം കൊണ്ട് അവരും തെറ്റിപ്പോകുവാനിട വന്നു. നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവും സ്വീകരിച്ച് ദൈവസഭയിലായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പഴയ മനുഷ്യനിലാ ജീവിക്കുന്നതെങ്കിൽ, പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളാ വരുന്നെങ്കിൽ ശ്രദ്ധിച്ചോളണമേ. ഈ നമ്മുടെ കൂടെയുള്ള ശുശ്രൂഷകന്മാരും നമ്മുടെ കൂടെ നയിക്കുന്ന ശുശ്രൂഷകന്മാരും തെറ്റിപ്പോവാനിടയുണ്ട്. അതിൻ്റെ കണക്ക് നമ്മളോട് കർത്താവ് ചോദിക്കും. ഹല്ലേലൂയ. നമ്മളിൽ നിന്നും പിറുപിറുപ്പും അസൂയും ഭിന്നതയും ഒക്കെ വന്ന് ഒരുവൻ തെറ്റിപ്പോവാനിടയുണ്ട്. ഇവിടെ പത്രോസ് പ്രകാരം ബർന്നബാസും തെറ്റിപ്പോവാനിട വന്നു. ഹല്ലേലൂയ. ഇന്ന് വളരെ ശ്രദ്ധിച്ച് വേണം ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ. ആ പഴയ മനുഷ്യനെ ഓരോ ഉരിഞ്ഞു കളഞ്ഞു വേണം ശുശ്രൂഷ ചെയ്യുവാൻ. നമ്മൾ ഇന്ന് ഹൗസ് ശുശ്രൂഷിക്കുന്നവരുണ്ട്. നമ്മുടെ ലേഡീസ് മീറ്റിംഗ് ആയിക്കോട്ടെ, എവിടെയായാലും ശുശ്രൂഷിക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ പഴയ മനുഷ്യനെ ഓരോ ദിവസവും നമ്മൾ ഉരിഞ്ഞു കളയാം. ഓരോരുത്തരും പഴയ മനുഷ്യനെ ഓരോ ദിവസവും ക്രൂശിക്കണം, അല്ലെങ്കിൽ അനേകർ തെറ്റിപ്പോവാനിട വരും. ഹല്ലേലൂയ. എന്നിട്ടാ പത്രോസ് ഈ വാക്യം പറയുന്നത് എന്ത്? ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഹല്ലേലൂയ. എന്തു പറയുന്നു? ആ പഴയ സ്വഭാവത്തിന് ഞാൻ മരിച്ചത് കൊണ്ട് ഞാൻ ആരെയും തെറ്റിച്ചിട്ടില്ല. ഞാൻ ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ജീവന്റെ സമൃദ്ധിയിലേക്ക് വരുവാൻ, ആ ജീവന്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിജ്ഞാനത്തിലേക്ക് വരുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതാ പൗലോസ് നമ്മൾ പ്രാർത്ഥിച്ചത്. എഫേസ്യർ പ്രാർത്ഥിക്കുന്നു, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ പരിജ്ഞാനത്തിലും ജ്ഞാനത്തിലും വർദ്ധിച്ചു വരണം. ഈ പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് പ്രിയരെ നമ്മൾ വളരണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കണം, അവനെ ക്രൂശിക്കണം. ഒരിക്കലും എഴുന്നേറ്റ് പോകാത്ത വിധത്തിൽ, അല്ലെങ്കിൽ പരിജ്ഞാനത്തിലേക്ക് വരാൻ പറ്റുകയില്ല. ആ ജീവനിൽ സമൃദ്ധിയിലേക്ക് വരുവാൻ പറ്റുകയില്ല. ഇന്നും നമ്മൾ പിറുപിറുപ്പും ഇടർച്ചയും ആയിക്കൊണ്ട് നടക്കും. ഹല്ലേലൂയ. അതാ
കൊരിന്ത്യർക്കാരോട് പറയുന്നു, നിങ്ങൾ ജഡികന്മാരാ, നിങ്ങളോട് എനിക്ക് പരിജ്ഞാന വാക്കുകൾ പറയാൻ പറ്റില്ല. എബ്രായ ലേഖനം പറയുന്നു, നിങ്ങളെ ഇപ്പോഴും ആദ്യ പാഠങ്ങളിൽ നിൽക്കുകയാ, പരിജ്ഞാനത്തിലേക്ക് വന്നിട്ടില്ല. എന്താണെന്നറിയാമോ? അവർക്ക് എന്തില്ല? പഴയ മനുഷ്യനെ മരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഴയ മനുഷ്യ സ്വഭാവങ്ങളെ ഓരോ ദിവസവും ക്രൂശിലേക്ക് കൊടുക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് ലേഖനം വരുമ്പോൾ ആ പഴയ മനുഷ്യൻ, മരിച്ച മനുഷ്യൻ, ആ പഴയ മനുഷ്യനെ മരിച്ചവൻ എങ്ങനെയായിരിക്കണമെന്നാണ് ഫിലിപ്പിയർ ലേഖനം. എല്ലാം പരിജ്ഞാന വചനങ്ങളാണ്, ആ പ്രവൃത്തിയുടെ വചനങ്ങളാണ് പറയുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1:21 വാക്യം വായിക്കുമ്പോൾ പൗലോസ് പരിജ്ഞാനത്തിൽ പറഞ്ഞ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഹല്ലേലൂയ. ആ ജീവന്റെ സമൃദ്ധിയിൽ വന്നവർക്ക് മാത്രമേ ഇത് പറയുവാൻ സാധിക്കൂ. ആ പരിജ്ഞാനത്തിൽ വന്നവർക്ക് മാത്രമേ ഇത് പറയുവാൻ സാധിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഹല്ലേലൂയ. മറ്റൊരു വാക്യം പറയുന്നു, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മേശയിൽ രാജീവ് വായിച്ചു കേട്ട വാക്യം 7, എങ്കിലും 3:7, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എന്തുകൊണ്ടാ? അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. എന്തുകൊണ്ട്? ആ ജീവന്റെ സമൃദ്ധി, ആ പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത വന്നപ്പോൾ എല്ലാം ചപ്പും ചവറുമെന്നെണ്ണുവാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവന്റെ സമൃദ്ധിയിലേക്കും, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലേക്കും വരണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയാ പഴയ മനുഷ്യനെ മരിപ്പിക്കുന്നത്. പഴയ മനുഷ്യൻ എഴുന്നേൽക്കല്ലേ. അവനെ കുഴിച്ചിട്ടവർ നെടുന്നു പറ്റല്ലേ. ഹല്ലേലൂയ. മറ്റൊരുടെ കുറ്റമല്ല കേട്ടോ, അടുത്തിരുന്ന കുഴപ്പമല്ല, നമ്മളെ പിറുപിറുക്കുന്ന കുറ്റമല്ല. പിറുപിറുക്കാൻ അനേകം പേരുണ്ടെങ്കിലും നമ്മൾ വ്യക്തിപരമായ രക്ഷയിലാണ് വളർന്നു വരേണ്ടത്. നമ്മൾ മരിച്ചെങ്കിൽ നമ്മൾ പിറുപിറുക്കില്ല. ഹല്ലേലൂയ. അവൻ എന്ന് പറയുവാൻ നമുക്ക് അവകാശമില്ല. അവനവൻ്റെ രക്ഷയാ. ഹല്ലേലൂയ. ആദ്യം അവനവൻ്റെ രക്ഷയാ. ഇവിടെ പറയുന്നു, പിമ്പിൽ മറന്നിട്ട് അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാന ശക്തിയെയും അവൻ്റെ കഷ്ടാനുള്ള കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചു നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഹല്ലേലൂയ. അത് പരിജ്ഞാനത്തിലേക്ക് വരുമ്പോൾ, എന്താ പരിജ്ഞാനം? ജീവന്റെ സമൃദ്ധിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഭക്തൻ പറയുന്ന വാക്കുകളാ. എന്താ പരിജ്ഞാനം? അവൻ മുമ്പുണ്ടായിരുന്ന സ്വഭാവങ്ങളെല്ലാം ചപ്പും ചവറ. മുമ്പുണ്ടായിരുന്ന അവൻ്റെ സ്ഥാനങ്ങളെല്ലാം, അവിടെ പറയുന്നത് ബെന്യാമീൻ ഗോത്രക്കാരൻ, അങ്ങനെ ഗോത്രക്കാരൻ. ഇന്ന് പലരും അതിൽ ആയോ ഹല്ലോ പ്രശംസിക്കുന്നവരാണ്. അതൊന്നും ഹല്ലേലൂയ ചപ്പ് ചവറെന്നെണ്ണിക്കൊണ്ട് കഴിയുവാൻ ഈ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വരണം. അതിന് ഈ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വരുവാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്ന ദൈവവചന വായനയിൽ, പ്രത്യാശയിൽ, ഇടുക്കുവാതിലായ പഴയ മനുഷ്യനെ ക്രൂശിച്ച് മരിപ്പിക്കുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വരുവാൻ കഴിയും. നമുക്ക് പാട്ടുകാർ കേൾക്കും, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എബ്രായർ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ കർത്താവിൻ്റെ ഓട്ടത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം നമ്മളെങ്ങനെ ഓടേണ്ടതെന്ന് പറയുന്നുണ്ട്. എബ്രായർ ലേഖനം 13-ാം അധ്യായം അതോടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ 13-10 പറയുന്നു, കൂടാരത്തിൽ തന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. ഹല്ലേലൂയ. നമുക്കുള്ള യാഗപീഠം നമുക്ക് ഭക്ഷണം പുട്ടടിക്കാനോ നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടിയോ നമ്മുടെ ലോകസുഖങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല സഹോദരങ്ങളെ. നമുക്ക് അവകാശം, ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരാർത്ഥമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടയൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടാനുഭവിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വെച്ചല്ല, അവൻ നഗരവാതിലിന് പുറത്ത് വെച്ച നഗരത്തിലെ മ്ലേച്ഛത കാര്യങ്ങളെല്ലാം നടക്കുന്നത് അവർ അതിനുവേണ്ടി നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടനുഭവിച്ചു.
എന്നിട്ട് എന്താ നമ്മളോട് പറയുന്നറിയാമോ? ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവായിരിക്കുന്ന നഗരത്തിലേക്ക് ഒരു യാത്രയുണ്ട്. ആ യാത്ര എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവിനെ നിന്ന നമ്മുടെ മുഖത്തിൽ ചുമന്നുകൊണ്ട്, ആ ക്രിസ്തുവിൻ്റെ നിന്നയും കഷ്ടങ്ങളും പരിഹാസങ്ങളും എല്ലാം ഹല്ലേലൂയ നമ്മൾ ചുമക്കുന്ന എങ്ങനെയാ? നമ്മുടെ പഴയ മനുഷ്യൻ മരിപ്പിച്ചാലേ നമുക്കത് ചുമക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താ അറിയാമോ? ഈ കഷ്ടങ്ങൾ നമ്മൾ മറ്റുള്ളവൻ്റെ ചുമലിലോട്ട് വെച്ച് കൊടുക്കും. ഹല്ലേലൂയ. നിന്ദകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. ആ പിറുപിറുപ്പുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. എന്നാൽ പഴയ മനുഷ്യൻ മരിച്ചവൻ ആ നിന്ന, ആ ക്രിസ്തുവിലേക്ക് നിന്ന ചുമന്നുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലും. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നൊരു നഗരമില്ലല്ലോ. ഇത് നമ്മളെ ഹൃദയത്തിൽ കുറിച്ചിടണം. ഇവിടെ നിലനിൽക്കുന്നൊരു നഗരം നമുക്കില്ല, നിലനിൽക്കുന്നൊരു വീടില്ല, നിലനിൽക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് നിലനിൽക്കുന്ന സൗകര്യങ്ങൾ നമ്മുടെ നിത്യതയിലാണ്. അവിടെയാ മാനം, അവിടെയാ ശ്രേഷ്ഠത. അതിനുവേണ്ടി ഈ ഭൂമിയിൽ നമ്മുടെ പഴയ മനുഷ്യനെ മരിപ്പിച്ച് ജീവൻ്റെ സമൃദ്ധിയാൽ നമ്മൾ ഓരോ ദിവസവും സമൃദ്ധിയിൽ നിറയണം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അന്ന് ചുമക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് പ്രാപ്തനാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ജീവൻ്റെ ഹല്ലേലൂയ ജീവൻ സമൃദ്ധമായിട്ട് വളരുവാൻ, ജീവൻ സമൃദ്ധിയായിട്ട് നിറയുവാൻ, ആ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗം മോഹങ്ങളോട് ക്രൂശിക്കുവാൻ, പഴയ മനുഷ്യരുടെ സ്വഭാവവും ഞങ്ങൾ വെളിപ്പെടാതിരിപ്പാൻ, ഞങ്ങളുടെ വായിൽ നിന്ന് വരാതിരിപ്പാൻ, കർത്താവെ ആ പഴയ മനുഷ്യനെ ക്രൂശിക്കുവാൻ, ജീവന്റെ സമൃദ്ധി ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതിയിലല്ല ആ യേശുവിൻ്റെ നീതിയിലേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവും എന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളോട് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും സംസാരിച്ച് ഇടപെട്ട് സമൃദ്ധിയിൽ ജീവന്റെ സമൃദ്ധി വളർന്നു വരുവാൻ ദൈവം സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പ്രാർത്ഥനയുടെ മഹാൻ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നീലാകാശവും കടന്നു ഞാൻ പോകും, എൻ്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ പോകും, എൻ്റെ യേശു വസിക്കും നാട്ടിൽ. ചെന്നിടും ഞാൻ ശുദ്ധരോധേ, ചെന്നിടും ഞാൻ ശുദ്ധരോധേ, പാടിടും രക്ഷയിൻ ഗാനം. ഓ, പാടിടും
നമുക്ക് ആശീർവാദങ്ങൾ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും വഴുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിൻ്റെ വരവരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.